അയ്യപ്പേട്ടാ, ശശി തരൂർ വീണ്ടും എയറിലായി എന്ന് ഒരു വിഭാഗം പറയുന്നു. അതായത് മോദി റഷ്യക്കും യുക്രൈനും ഒരുപോലെ സ്വീകാര്യനാണെന്നാണ് തരൂർ പറഞ്ഞത്. സത്യത്തിൽ അത് അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. അതിന് തരൂരിനെ എയറിലാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? സത്യത്തില് തരൂര് ഇന്ന് വരെ ഈ തരൂര് എയറിലായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ തരൂര് കൃത്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞ ഒരാളാണ്. അതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരൻ അല്ലാത്തത് കൊണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ തറപ്പണി അദ്ദേഹത്തിന് അറിയില്ല. രാഷ്ട്രീയക്കാരന്റെ തറപ്പണി അദ്ദേഹത്തിന് അറിയില്ല. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു തറയല്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന വളരെ ചുരുക്കം ചില രാഷ്ട്രീയക്കാർ മാത്രമേ കോൺഗ്രസിലുള്ളൂ. അതിലൊരാൾ കെ മുരളീധരനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കെ മുരളീധരൻ അല്പം മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെയൊന്നും അതിൽ വലിയ തെറ്റൊന്നും അദ്ദേഹം പറഞ്ഞതിൽ ഇല്ല, പക്ഷേ എങ്കിലും എന്നാലും എന്ന് പറഞ്ഞു. കാര്യം നമുക്ക് ഈ ചിരി ഇത്രയും വരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു മനുഷ്യൻ എത്ര തവണ തന്റെ അനുഭവത്തിൽ ഇങ്ങനെയൊക്കെയാണ് നാടൻ ഭാഷയിൽ ഇവന്മാരൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് ഇതുവരെ അദ്ദേഹത്തിന് മനസ്സിലായില്ലേ എന്നൊരു കോമൺ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു പോകും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചത് ഈ കേരളത്തിലല്ല. അദ്ദേഹം ആരായിരുന്നു അല്ലെ? അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ മുൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു. കൂടാതെ അദ്ദേഹം രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, മുൻ അന്താരാഷ്ട്ര സിവിൽ സർവീസ് നയതന്ത്രജ്ഞൻ, ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയക്കാരൻ, എഴുത്തുകാരൻ, ബുദ്ധിജീവി ഒക്കെയാണ്. അല്ല, അദ്ദേഹത്തിന്റെ നോവലുകള് എത്ര നോവൽ അദ്ദേഹം എഴുതിയെന്നറിയോ? അതെ, അദ്ദേഹത്തിന്റെ ഒരു ലെവൽ അതെ ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരിക്കലും ഒരു കേരള സംസ്ഥാനത്തിലെ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ശരിക്കും ഒരു കോൺഗ്രസിന് ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു മുഖം തന്നെയാണ്. അതിൽ തർക്കം വരേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലാതെ ആ സ്ഥാനത്ത് കോൺഗ്രസിൽ ഒരാൾ വേറെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആയാലും അവർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. കപ്പാസിറ്റി പോരാ. അത് നമ്മൾ സമ്മതിക്കുക തന്നെ വേണം. അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയവും അദ്ദേഹത്തിന്റെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഈ പറയുന്ന പോലെ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, സ്റ്റാൻസ്റ്റഡിലുമൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹം ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള അദ്ദേഹം വിശ്വപൗരൻ എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. അദ്ദേഹം ഈ കേരളം കണ്ട് മാത്രം കളിക്കുന്ന ആളുമല്ല. പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പൊതുവായ ഒരു നിലപാടാണ്. അപ്പോൾ ഈ പൊതുവായ നിലപാട് എന്ന് പറയുമ്പോഴേ അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ്? ഈ റഷ്യ യുക്രൈൻ സൈനിക നടപടി എന്നേ പറയാൻ പറ്റുള്ളൂ, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. യുദ്ധം എന്ന് അവർ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. സൈനിക നടപടി എന്ന് മാത്രം പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ നടപടി റഷ്യ യുക്രൈനു മേൽ അധിനിവേശം നടത്തുന്ന സമയത്ത്, ഈ സൈനിക നടപടി നടത്തുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ എല്ലാവരും ചിന്തിച്ചതുപോലെ, ആഗോളതലത്തിൽ ചിന്തിച്ചിരുന്നത് പോലെ തന്നെയാണ്, ഞാൻ വിചാരിച്ചത്. റഷ്യ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, റഷ്യ ചെയ്തത് ശരിയല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചേർന്ന് നിന്നത്. അതായത് ഒരു പക്ഷത്തോട് ചേർന്ന് നിന്നു. അദ്ദേഹം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ക്ലാരിഫൈ ചെയ്യുന്നതാണ്, ക്ലിയർ ചെയ്യുന്നതാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ 2 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ എടുത്ത നിലപാട്, അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ത്യക്കാരനെന്നല്ല, ഞാൻ ഭാരതീയനായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നാണ്. അപ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയിൽ അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത നിലപാടിനെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം ഇന്ത്യ ഒരിക്കലും ഒരു പക്ഷം ചേർന്നല്ല നിന്നത്. റഷ്യ എക്കാലത്തെയും, ചേട്ടനൊക്കെ അറിയാലോ, സോവിയറ്റ് യൂണിയൻ തലം മുതൽ എക്കാലത്തെയും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്താണ്. ഇപ്പുറത്ത് ഉള്ളത് യുക്രൈനാണ്. യുക്രൈനുമായിട്ടുള്ള ധാരണകളും ഇന്ത്യ കൈവിട്ടില്ല. അതുകൊണ്ടാണ് 2 സ്ഥലങ്ങളിലും ചെന്നപ്പോൾ 2 രാഷ്ട്ര നേതാക്കളും മറ്റൊരു ലോക നേതാവിനെയും വാരിപ്പുണരാത്ത വിധം മോദിയെ വാരിപ്പുണർന്നത്. നമ്മൾ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാ. മോദി BJPയുടെ കാൻഡിഡേറ്റായി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ കുറച്ചു കാണാൻ പാടില്ല. അദ്ദേഹം ഭാരതത്തിൻ്റെതായി എടുത്ത
നിലപാട്, നയതന്ത്രം അല്ലേ? അതെ. മാത്രമല്ല ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗോളതലത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് ഏറ്റവും വിലക്കുറവിലാണ് നമുക്ക് എണ്ണ കിട്ടിയിരുന്നത്. ഇപ്പുറത്ത് നിന്ന് ഒന്നും കിട്ടാനില്ല. പക്ഷെ ഭാവിയിൽ ആ രാഷ്ട്രം എന്തായി തീരും എന്നുള്ളത് അവിടെ നമ്മളൊരു കഴിയില്ല. ഭാവിയിൽ അത് എന്തായി തീരും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യം ഒരിക്കലും ഒരു രാജ്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന രാജ്യമല്ല. ചേരിചേരാ നയമാണ് ഇന്ത്യക്കുള്ളത്. അതെ, പക്ഷേ ചേർന്നാണ് നിന്നിട്ടുണ്ടായിരുന്നത് കുറെ നാൾ മുമ്പ് വരെ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, കൃത്യമായ സ്റ്റാൻഡാണ്. ആ സമയത്ത്, അതായത് ഡൽഹിയിൽ നടന്ന റൈസ് ആൻഡ് ഡയലോഗ് എന്ന് പറയുന്ന ഒരു കോൺവെർസേഷനിലാണ്, ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന തലത്തിൽ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അമേരിക്കയുടെ നിലപാട് കൂടി പറയണം. യുക്രൈനെ എല്ലാം കൊടുത്ത് ഈ കാര്യത്തിലേക്ക് സൈനിക നടപടിയിൽ അങ്ങനെ യുക്രൈനെ അങ്ങോട്ട് കയറി ആക്രമിക്കാനായിട്ടുള്ള പ്രചോദനം കൊടുത്തത് അമേരിക്കയാണ്. പക്ഷേ അവസാനം അമേരിക്ക എന്താണ് ചെയ്തത്? ട്രംപ് വന്നപ്പോൾ പറഞ്ഞേ കട്ടയും പടവും മടക്കി വീട്ടിലിരുന്നോണം, കയറി അടിച്ചിട്ട് കൂടുതൽ പറയാൻ നിൽക്കരുത്, ഇനി 10 പൈസ തരൂല. അതെ, ആക്ഷേപിച്ചു വിട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറി അടിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ആ ഒരു പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അതായത് യുക്രൈൻ ഒരു കൊച്ചു രാജ്യമാണ്. എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് റഷ്യയെ കയറി അടിച്ചത്? അവരെ ഇതുവരെ കൃത്യമായിട്ട് റഷ്യ അവിടെ ഒരു സൈനിക നടപടി നടത്തിയിട്ടുണ്ടെങ്കിൽ റഷ്യക്ക് ഇതിനകം തന്നെ യുക്രൈൻ പിടിച്ചെടുക്കാൻ കഴിയും. റഷ്യ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമാവധി ആൾനാശം ഒഴിവാക്കിയാണ് അവിടെ സൈനിക നടപടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മറ്റ് തൽപര മാധ്യമങ്ങൾ പറയുന്നത് മാത്രം എന്താ പറയുക, കാര്യത്തിലെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ യുക്രൈനുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്രവും റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്രവും കൃത്യമായിരുന്നു. മാത്രമല്ല, ശശി തരൂർ പണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എന്താ പറയുക, നിയമവിരുദ്ധമായി കുടിയേറിയവരെ നമ്മൾ നാട് കടത്തി. ആ സമയത്ത് ഇവിടെ എല്ലാവരും അനധികൃത കുടിയേറ്റക്കാരെയും അങ്ങനെ നാട് കടത്താൻ പാടില്ല, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അപ്പോഴും തരൂർ പറഞ്ഞു, അത് ഒരു നാടിന്റെ അവകാശമാണ്, ഒരു നാട് ചെയ്യേണ്ടതാണ്. കാരണം അനധികൃതമായി കുടിയേറുന്നവരെ കുടിയൊഴിപ്പിക്കുക തന്നെ ചെയ്യണം. അമേരിക്ക ചെയ്യുന്നില്ലേ? അതെ, എത്ര തീവ്രവാദ പ്രസ്ഥാനങ്ങളിലുള്ളവരെയാണ് അമേരിക്ക കയറ്റി അയച്ചതെന്ന് അറിയാമോ? ഇവിടെ കൈവില് വിലങ്ങിട്ടു എന്നൊക്കെ പറഞ്ഞ പ്രശ്നം അല്ലാതെ അവരെ കൊണ്ടുപോകുന്നതൊക്കെ വലിയ അപരാധം പോലെ കാണിച്ചു. അതെ, അതൊരു നാട് കടത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് അതിന്റെ ഒരു രീതി. അപ്പോൾ കുറച്ചുകൂടെ പരുഷമായിട്ട് ട്രംപ് അതങ്ങോട്ട് ചെയ്തു. നമ്മളിവിടെ ട്രംപുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഇതൊന്നും ചെയ്യില്ല എന്നുള്ള പോസ്റ്റിൽ ഇരുന്നതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നിയത്. മറ്റൊരു കാര്യം, തരൂരിന്റെ നിലപാട് പലസ്തീൻ ഐക്യദാർഢ്യം നടന്നു. ലീഗിന്റെ പലസ്തീൻ ഐക്യദാർഢ്യം നടന്നപ്പോ അത്രയും നേതാക്കൾ ഇരിക്കുന്നിടത്ത് എന്നിട്ട് തരൂർ പറഞ്ഞു ഹമാസിനെ ഭീകരവാദികൾ എന്ന് തന്നെ പറഞ്ഞു, അല്ലെ? അത്രയും പേര്. അതെ, അതായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. അപ്പോ അദ്ദേഹം ഈ പറഞ്ഞ നയങ്ങളെല്ലാം ഹമാസ് തീവ്രവാദികളാണ്, പലസ്തീന് സ്വാതന്ത്ര്യം നേടേണ്ടതുണ്ട്, ആ പറയുന്നത് വേർതിരിച്ച് തന്നെയാണ് പറഞ്ഞത്. അവസാനം എങ്ങനെയായി വന്നു? പലസ്തീനോടായിരുന്നില്ല ഇസ്രായേലിന്റെ പ്രശ്നം. അവിടെ ഇരുന്ന് ഈ വീടുകൾക്കുള്ളിലും തുരങ്കങ്ങൾക്കുള്ളിലും ഇരുന്ന് മാളങ്ങളിലിരുന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഹമാസിനെതിരെയായിരുന്നു പ്രശ്നം. ആ ഹമാസുകൾ തീവ്രവാദികളാണ്. ആ ഹമാസുകൾ ഉള്ളിടത്തോളം അവിടെ പലസ്തീനിലുള്ള സാധാരണ ജനതയ്ക്ക് ഒരിക്കലും എന്താ പറയാ സമാധാനം ഉണ്ടാകില്ല. അത് തന്നെയാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത് തരൂർ. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തും കൃത്യമായ രീതിയിലുള്ളതായിരുന്നു. അതായത് രാഷ്ട്രീയം നോക്കാതെ ഒരു കാര്യം ചെയ്യുന്നതിൽ കൃത്യതയുണ്ടോ അതിനെപ്പറ്റി അദ്ദേഹം അനുകൂലിച്ചും പ്രതികൂലിച്ചും പറഞ്ഞിട്ടുള്ളൂ. അതിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒന്നും മനസ്സിലാക്കാതെ പോയൊരു കാര്യം പിണറായി സ്തുതി മാത്രമാണെന്ന് കൂടി ഞാൻ പറയുകയാണ്. പിന്നീട് അദ്ദേഹം അത് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതിലിപ്പോ ഇത്രയേ ഉള്ളൂ. പ്രീത പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ തന്നെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലോക വിവരം, അദ്ദേഹത്തിലെ എഴുത്തുകാരൻ, അദ്ദേഹത്തിലെ വാഗ്മി പറയേണ്ട കാര്യങ്ങൾ ചിലത് മുൻധാരണയോട്
വീക്ഷണത്തോടെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു ദീർഘവീക്ഷണത്തോടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാം പറയുന്നത് ഇത്രയേ ഉള്ളൂ, കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന എം ഹസനെ പോലെ രമേശ് ചെന്നിത്തലയെ ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ള രീതിയിലൊക്കെ. രാജ്മോഹൻ ഉണ്ണിത്താൻ എപ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പിടികൂടിയത് അദ്ദേഹമൊക്കെ ചേട്ടന് അറിയാമല്ലോ. ദയവായി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യം അല്ല, കാസർഗോഡ് പോയപ്പോ അദ്ദേഹം സ്ഥിരം കുറിയൊക്കെ തൊട്ട് നടന്നിരുന്ന മനുഷ്യനാ. അവിടെ ചെന്നപ്പോ കുറിയില്ല. അമ്പലത്തിൽ പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിനൊക്കെ ഈ ഇത്തരത്തിലൊരു സ്കോളർ ആയിട്ടുള്ള ഒരാളെ പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പേര് പറഞ്ഞോടെ എന്റെ ഫ്ലോ പോയി. ഞാൻ നിങ്ങളത് പറഞ്ഞു, അത് ഞാൻ ഇത്രയും പറയാം, ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. അതായത് പെട്ടി പിടിച്ചു കൊടുത്തും പിന്നെ ഈ പറയുന്ന പോലെ അത് പറയണോ എനിക്കറിയില്ല. ഏതായാലും അത് കേട്ടോങ്കിൽ കേൾക്കുക പ്രേക്ഷകർ, അത് കേട്ടു. അപ്പോൾ പെട്ടി പിടിച്ചും സ്തുതിപാടിയും കാലുതടവിയും ഒക്കെ നേതാക്കളായിട്ട് വന്ന നിരവധി ഇവരുടെ ഇടയിൽ ഇത്രയും വ്യക്തിത്വമുള്ള ഒരാൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചൊറിയുണ്ട്. അതായത് ഞാൻ ഇതും കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗം നിർത്താം, ബാക്കി പറഞ്ഞോളൂ. അതായത് എ ഐ സി സിയുടെ പ്രസിഡൻ്റ് ആകാനായിട്ട് മത്സരിച്ച മല്ലികാർജുൻ ഖാഡ്ഗെ എന്ന് പറഞ്ഞാൽ ഗാന്ധി കുടുംബത്തിൻ്റെ അടുക്കളയിലെ കാര്യങ്ങൾ വരെ നോക്കുന്ന ഒരാളാണ്. ഈ ഖാഡ്ഗെക്കെതിരെ മത്സരിക്കാൻ തയ്യാറായ തരൂരിൻ്റെ ചങ്കൂറ്റം എന്ന് പറയുന്നത് അത് നമ്മളിവിടെ പറയേണ്ടതാണ്. ആ തരൂരിന് ഇവിടുന്ന് വോട്ട് ചെയ്യാൻ 2-3 പേരെങ്കിലുമൊക്കെ ഉണ്ടായി. ആരൊക്കെ? ശബരിനാഥൻ വോട്ട് ചെയ്തു, കോഴിക്കോട് കെ രാഘവൻ എന്ന് പറയുന്ന MP ഉണ്ടായി. അപ്പൊ തരൂര് മോശക്കാരനൊന്നുമല്ല. പിന്നെ മൂളയുള്ളവർ പക്ഷം നോക്കാതെ മൂളയുള്ളവർ വോട്ട് ചെയ്തു. ഞാൻ ഒന്നുകൂടെ പറയാം, കോൺഗ്രസിനകത്ത് നിഷ്പക്ഷരായിട്ട് പറയുന്ന എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എന്നെ വിദേശത്തു നിന്നൊക്കെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ പറയും, ചേട്ടാ എന്തുകൊണ്ടും പിണറായി വിജയനെതിരെ ഒരു നല്ല സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പറ്റിയ ഒരേ ഒരാൾ മാത്രമേ ഇന്നിവിടെയുള്ളൂ. അത് VD സതീശനുമല്ല, ഇദ്ദേഹവുമല്ല, രമേശുമല്ല, ശശി തരൂരാണ്. ചേട്ടൻ നോക്കിക്കോ, ശശി തരൂരാണ് കാൻഡിഡേറ്റ് എങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന 3ാം സർക്കാരിൻ്റെ സ്വപ്നം നടക്കില്ല, എഴുതി തരാമെന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ, യങ്സ്റ്റേഴ്സ്, രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വേള ശരിയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. കാര്യം മുസ്ലിം ലീഗൊക്കെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം ലീഗിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഭരണത്തിൽ വന്നില്ലെങ്കിൽ ലീഗിൻ്റെ അടുക്കളയിൽ ഇനി ഒന്നും വേഗത്തില്ല. പക്ഷെ അദ്ദേഹം ഈ സംസ്ഥാന തലത്തിലേക്ക് ഒതുക്കപ്പെട്ടാലല്ലേ അദ്ദേഹത്തിന്റെ ഒരു കാലിബർ പുറത്തെടുക്കാൻ പറ്റും. അദ്ദേഹം മാത്രം ഒറ്റ മുഖ്യമന്ത്രി മതി, വേറെ മന്ത്രിമാർ പോലും വേണ്ട. ഇല്ല, എല്ലാ കാര്യത്തെ പറ്റി നല്ല ബോധമുള്ളതുകൊണ്ട് പഠിപ്പിക്കാൻ വരണ്ട എന്ന് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മാന്യതയാണ് ഇത്രയൊക്കെ അദ്ദേഹത്തെ പറ്റി ഇകഴ്ത്തി പറയുമ്പോഴും അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് നിന്ന് പ്രതികരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്. അതെ അതെ അതെ, അതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവരൊക്കെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇവരൊക്കെക്കാളും ഇവരുടെ രാഷ്ട്രീയ കുടില ബുദ്ധിയെക്കാളും ഒക്കെ നല്ലൊരു അസൽ ഒരു എന്താ പറയുക, ഇവരെ വെല്ലുന്നൊരു ബുദ്ധി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് ഈ കേസുകളൊക്കെ തന്നെ. അതായത് ഈ പ്രശ്നം ഇവിടെ പിണറായി വിജയനെ പുകഴ്ത്തിയ പ്രശ്നം ഉണ്ടായല്ലോ, അന്ന് കേന്ദ്രത്തിലേക്ക് രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ അടച്ചിട്ട മുറിയിൽ സംസാരിക്കാനേ കയറുമ്പോൾ തൊത്തി ഒരാളും കൂടെ കയറിയായിരുന്നു. അയാളെ അത് നമ്മളിവിടെ വ്യക്തമായി പറയുന്നില്ല. കാര്യം ആ പേരിന് ഇപ്പൊ ഭയങ്കര വിലയുള്ളതുകൊണ്ട് ദയവായിട്ട് ആ തൊത്തി കയറിയ ആളിനെ ഒന്ന് മാറി നിന്നിരുമോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ട് അദ്ദേഹത്തോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ കിടന്ന് ഈ ചാടുന്നവന്മാർ മനസ്സിലാക്കാനുള്ളത്, ഈ അമ്പിളി അമ്മാവനെ കണ്ടിട്ട് പട്ടി കുരയ്ക്കുന്നൊരു പഴഞ്ചൊല്ലില്ലേ, അതാണ് കറക്റ്റ് എനിക്കിതിൽ പറയാനുള്ളത്.